നമസ്കാരം. കോടിക്കണക്കിന് ഭക്തരുടെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമല സന്നിധാനത്തെ സുനിൽ സ്വാമിയുടെ തണലിൽ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ചേർന്ന് നടത്തിയ ലക്ഷങ്ങളുടെ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം സന്നിധാനത്തു നിന്നും പുറത്തുവരുന്ന വാർത്തകളെല്ലാം വൻ കൊള്ളയുടേത് മാത്രമാണ്. നിത്യപൂജകളുടെയും അഷ്ടാഭിഷേകത്തിന്റെയും പേരിൽ ഭക്തരെ പറ്റിച്ച് കോടികൾ അട്ടിമറിച്ചെന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ തിരുനടയിലെ ശുദ്ധമായ ഭക്തിയെപ്പോലും കളങ്കപ്പെടുത്തുന്നതാണ്. ഒടുവിൽ അയ്യപ്പൻ തന്നെ ഈ കൊള്ളയടിക്ക് അറുതി വരുത്തുന്നു എന്ന രീതിയിലാണ് പുറത്തുവന്ന ആധികാരിക റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. വരാനിരിക്കുന്ന പുതിയ ദേവസ്വം മന്ത്രിക്ക് ശബരിമലയിലെ അഴിമതിക്കോട്ട തകർക്കാൻ കടുത്ത രീതിയിലുള്ള ഒരു ശുദ്ധികലശം തന്നെ നടത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. കഴിഞ്ഞ കുറഞ്ഞത് 10 വർഷമായി സന്നിധാനത്ത് യാതൊരു തടസ്സവുമില്ലാതെ തുടരുന്ന ഈ തട്ടിപ്പ് ശൃംഖലയിലെ പ്രധാന കണ്ണികൾ അതത് കാലങ്ങളിൽ അവിടെ ഇരുന്ന ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടേതാണെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു. മുൻപ് നടന്ന സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ഇതേ പദവികളിൽ ഇരുന്നപ്പോഴും ഈ വഴിവിട്ട പണമിടപാടുകൾ സജീവമായിരുന്നു എന്നത് അഴിമതിയുടെ ആഴം കൂട്ടുന്നു. ശബരിമലയുടെ പേരിൽ എത്ര കോടി രൂപ ഇത്തരത്തിൽ ചിലരുടെ കീശകളിലേക്ക് മറിഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ അടിയന്തര സഹായം തേടിയിരിക്കുകയാണ് വിജിലൻസ് ഇപ്പോൾ. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലും ഈ കൊള്ളയെക്കുറിച്ച് കൃത്യമായ ഓഡിറ്റിംഗ് വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ പ്രമുഖ വ്യവസായി സുനിൽകുമാർ എന്ന സുനിൽ സ്വാമിയെ മുൻനിർത്തിയാണ് സന്നിധാനത്തെ ഈ അഗമ്യമായ തട്ടിപ്പുകൾ അരങ്ങേറിയത്. ശബരിമലയിലെ അനധികൃതമായ ഇടപെടലുകളുടെയും അവിശുദ്ധ സ്വാധീനത്തിന്റെയും പേരിൽ 3 വർഷം മുൻപ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇദ്ദേഹത്തെ സന്നിധാനത്ത് വിലക്കിയതാണ്. എന്നാൽ കോടതി വിലക്ക് പോലും ഇറങ്ങിയിട്ടും ഒരു തടസ്സവുമില്ലാതെ സുനിൽ സ്വാമിയുടെ സ്വാധീനം ശബരിമലയിൽ തുടരുകയായിരുന്നു. മാസപൂജകൾക്കും മണ്ഡല മകരവിളക്ക് ഉത്സവ കാലങ്ങളിലേക്കുമായി ഇദ്ദേഹം സൗജന്യമായി പൂജാസാധനങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. മറുനാടൻ മലയാളി 2024 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടാക്കുന്നത്. 2024 മറുനാടൻ നൽകിയ വാർത്തയുടെ രൂപം ഇങ്ങനെ: ശബരിമലയിലെ നിത്യപൂജയ്ക്ക് സർവസ്വവും നൽകുന്ന അയ്യപ്പ ഭക്തൻ ബാർകോഴിൽ കോടിക്കടത്തിൽ ആരോപണം കേട്ട അദാനിക്ക് പാറ നൽകുന്ന ക്വാറി മുതലാളി. സഹ്യാദ്രി പിൽഗ്രിം സെന്ററിന്റെ 401 മുറി 10 വർഷമായി സ്വന്തം. ഹൈക്കോടതി വിധിയെ സ്വാമി മറികടക്കുമ്പോൾ ആരാണ് ശബരിമലയിലെ സുനിൽ സ്വാമി എന്ന തലക്കെട്ടോടുകൂടിയാണ് വളരെ ദീർഘവും സമഗ്രവുമായ റിപ്പോർട്ടെന്ന് മറുനാടൻ തയ്യാറാക്കിയത്. അതിന്റെ ആദ്യത്തെ 1-2 പാരഗ്രാഫുകൾ ഇങ്ങനെ തന്നെയായിരുന്നു: അരി, അവൽ, ശർക്കര, പഴം, കൊട്ടത്തേങ്ങ, പച്ചത്തേങ്ങ, ചുക്ക്, ജീരകം, ഏലക്ക, മഞ്ഞൾ, കുരുമുളക്, പട്ട്, തോർത്ത് തുടങ്ങിയ ഒരു തീർത്ഥാടന കാലത്തേക്ക് ആവശ്യമായ 54 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 54 തരം സാധനങ്ങളാണ് സുനിൽ സ്വാമി ഭക്തിയുടെ പേരിൽ സന്നിധാനത്തേക്ക് സൗജന്യമായി നൽകിയത്. എന്നാൽ ഇത്തരത്തിലെത്തുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും ശബരിമലയിലെ ദേവസ്വം സ്റ്റോറിലെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് വരവ് വെക്കാറില്ല എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയ പ്രധാന ലൂപ്ഹോൾ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മുറിയോട് ചേർന്നുള്ള പ്രത്യേക രഹസ്യമുറിയിലാണ് ഇവ സൂക്ഷിക്കുക. ഈ സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സംവിധാനവുമില്ല. ഈ സ്റ്റോക്കിൽ നിന്നാണ് ഗണപതി ഹോമത്തിനുള്ള സാധനങ്ങൾ എടുക്കുന്നത്. ഇവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ തന്ത്രപരമായ കൊള്ള. പുറത്തുനിന്നും സൗജന്യമായി കിട്ടിയ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് പൂജകൾ നടത്തുകയും എന്നാൽ ഇവയെല്ലാം ദേവസ്വം പണം കൊടുത്ത് വാങ്ങിയതാണെന്ന് കാണിച്ച് വ്യാജ ബില്ലുകൾ ചമച്ച് ലക്ഷക്കണക്കിന് രൂപ ഓഫീസർമാർ സ്വന്തം കീശയിലേക്ക് മാറ്റുകയുമാണ്. നിത്യപൂജകളുടെ തുക മാത്രമല്ല, വലിയ വഴിപാടുകളായ സഹസ്രകലശം, പടിപൂജ, കളാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയതിന്റെ ചെലവുകളും ഇതേ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ വ്യാജമായി എഴുതിയെടുത്തതായി വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നുള്ള വളരെ ദീർഘമായ റിപ്പോർട്ടാണ് മറുനാടൻ നൽകിയത്. എന്തായാലും മറുനാടൻ 2024 പറഞ്ഞത് 2026 വിജിലൻസ് കൃത്യമായ തെളിവുകളോടെ കണ്ടെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യമാകുന്നത്.